ഘോരമായി ദേവാസുരയുദ്ധമുണ്ടായി മുന്നം 100 വത്സരം കാലമെന്ന സുരന്മാർക്കെല്ലാം. രാജാവു മഹിഷൻ ദേവകൾക്കു പുരന്തരൻ ആജിയിൽ തോറ്റാരെന്നു ദേവകളറിഞ്ഞാലും ഇന്ദ്രനായി വാണാൻ മഹിഷാസുരനതുകാലം. വൃന്ദാരകന്മാർ ചെന്നു വന്ദിച്ചു വിരിഞ്ചനെ. ധാതാവു തന്നെ മുന്നിട്ടാതിഥേയന്മാർ ചെന്നു ഭൂദേശ നാരായണന്മാരെയും വണങ്ങിനാർ. ഒന്നൊഴിയാതെ മഹിഷാസുര വിജേഷ്ഠിതം വന്നൊരു ദുഃഖത്തോടും എപ്പേരും ഉണർത്തിച്ചാർ. ഇന്ദ്രാഗ്നി യമവരുണാനില സൂര്യാദീനാം മന്ദിരങ്ങളും അധികാരവുമടക്കിയാൻ. സ്വർഗവും ഉപേക്ഷിച്ചു മർത്യരായവനിൽ ദുഃഖിച്ചു നടക്കുന്നു ഞങ്ങളെന്താവതയ്യോ. ഇല്ലൊരു ശരണം മറ്റവനെ വൈകിടാതെ കൊല്ലുവാനുപായമെന്തതിനെ ചിന്തിക്കണം. ഇത്തരം ത്രിദശന്മാർ വാക്കുകൾ കേട്ട നേരം ക്രുദ്ധന്മാരായ മഹാദേവനും മുകുന്ദനും അന്നേരം അവരുടെ വക്രപത്മത്തിങ്കൽ നിന്നൊന്നിച്ചു പുറപ്പെട്ടു ഘോരമാം തേജസ്സപ്പോൾ. അംബോജോദ്ഭവനുടെ വക്രങ്ങൾ തോറും നിന്നു സംഭവിച്ചിതു മഹാതേജോരാശിയുമപ്പോൾ. മറ്റുള്ള വിഭുതന്മാർ തമ്മുടെ കോപം കൊണ്ടു തെറ്റെന്നു പുറപ്പെട്ടു ദീപിച്ച തേജോമയം. സർവദേവതാ ശരീരങ്ങളിൽ നിന്നുണ്ടായ ദുർവാരമായ തേജസ് ഒന്നിച്ചു കൂടിയപ്പോൾ ഉർവിയും ആകാശവും നിറഞ്ഞു പരന്നൊരു പർവ്വതമെന്ന പോലെ തേജസ്സാം കൂട്ടമപ്പോൾ. ഔർവാഗ്നി തന്നെക്കാളും ഘോരമായി ജ്വലിച്ചിതു സർവാശാപ്രാപ്യമായ കൽപ്പാന്തവന്നി പോലെ. സർവദേവന്മാരുടെ തേജസ്സുമൊന്നായി ചേർന്നു സർവലോകവ്യാപ്തമായി കാണായി ദേവന്മാർക്ക്. ഔർവാഗ്നി ജ്വാലാമാലയോടും ഉജ്ജ്വലിച്ചൊരു പർവ്വതാകാരം പൂണ്ടു നിൽക്കുന്ന പോലെ കണ്ടാർ. നാരീവേഷവും പൂണ്ടു നിൽക്കുന്ന ദിവ്യരൂപം പാരെല്ലാം നിറഞ്ഞ തേജസ്സോടും കാണായല്ലോ. ശങ്കര തേജസ്സിനാലുണ്ടായി മുഖാംബുജം. പങ്കജേക്ഷണനുടെ തേജസ്സു ബാഹുക്കളും. ബ്രഹ്മമാം തേജസ്സിനാലുണ്ടായി പാദങ്ങളും. കാമ്യമാം നിദംബവും ഭൂമി തൻ തേജസ്സിനാൽ സൗമ്യ തേജസാ പുനരുണ്ടായി തലകളും. യാമ്യ തേജസാ കേശഭാരവുമുണ്ടായി വന്നു. ചാരുമധ്യവും പുനരൈന്ദ്രമാം തേജസ്സിനാൽ വാരുണ തേജസ്സിനാൽ ജംഗകളുരുക്കളും. കൈവിരലുകളെല്ലാം ആദിത്യ തേജസ്സിനാൽ കാൽവിരലുകളെല്ലാം വസുക്കൾ തേജസ്സിനാൽ. കൗബേര തേജസ്സിനാൽ നാസികയുണ്ടായി വന്നു. പാവക തേജസ്സിനാലുണ്ടായി നേത്രത്രയം. ദന്തങ്ങളെല്ലാം പ്രാജാപത്യമാം തേജസ്സിനാൽ. സന്ധ്യകൾ തേജസ്സിനാൽ ഭ്രൂക്കളുമുണ്ടായി വന്നു. മാരുത തേജസ്സിനാൽ ശ്രവണങ്ങളുമുണ്ടായി. ചാരുത ചേർന്ന രൂപം പൂർണ്ണമായി കാണായി വന്നു. ദേവകളെല്ലാം തങ്ങൾ തങ്ങൾക്കുള്ള ആയുധങ്ങൾ ദേവിക്കു കൊടുത്തിതു യുദ്ധത്തിനതുകാലം. ശങ്കരൻ ശൂലം നൽകി പങ്കജേക്ഷണൻ ചക്രം. ശങ്കത്തെ വരുണനും ശക്തിയെ ദഗനനും. മാരുതൻ ശാപബാണം പൂർണ്ണമാമിഷുധിയും. ഘോരമാം വജ്രമിന്ദ്രൻ കാലദണ്ഡത്തെ യമൻ. ആരവം ചേരും മണി നൽകിനാനൈരാവതം. വാരിധി പാശത്തെയും നൽകിനാനതുകാലം. അക്ഷമാലയെ കൊടുത്തിടിനാൻ പ്രജാപതി. പുഷ്കരാസനൻ കമണ്ഡലവും നൽകിയിടിനാൻ. രോമകൂപേഷു സൂര്യൻ രശ്മികൾ നൽകിയിടിനാൻ. ഭീമനാം കാലൻ ഖഡ്ഗചർമ്മങ്ങൾ നൽകിയിടിനാൻ. ക്ഷീരവാരിധി വസ്ത്രമുത്തരീയവും നൽകി ഹാരവും വിശേഷിച്ചു കൊടുത്തു മനോഹരം.
ചൂടാരത്നവും അർദ്ധചന്ദ്രകുണ്ടലങ്ങളും ഹാടക കടക കേയൂര നൂപുരങ്ങളും അങ്കദഗ്രൈവേയക മലരത്നാഞ്ചിതമങ്കുലീയകങ്ങളും നൽകിനാൻ വിശ്വകർമ്മ ശത്രു സംഹാരക്ഷമ പരശു നൽകിയിടിനാൻ അസ്ത്രങ്ങളഭേദ്യമാം സ്യന്തനമിവയെല്ലാം അമ്ലാനാംബുജമാല്യമംബുജ കുസുമവും അമ്പുരി നൽകിയിടിനാൻ അംബികയ്ക്കതു നേരം ഹിമവാൻ നൽകിയിടിനാൻ വാഹനത്തിനു സിംഹം വിമലരത്നങ്ങളും അമിതം നൽകിയിടിനാൻ മദ്യസമ്പൂർണമായ പാനപാത്രവും നൽകി വിത്തേശൻ വിശേഷിച്ചു സമ്പൂർണ നിധികളും ശേഷനാം നാഗേശ്വരൻ നിർമ്മല മണിഗണഭൂഷിതമായുള്ളൊരു നാഗഹാരവും നൽകി അന്യദേവന്മാരാലും ഭൂഷണായുധങ്ങളാൽ അന്യൂനാദരം ബഹുമാനിതയായ ദേവി സത്വരമുച്ചൈസ്തരമട്ടഹാസവും ചെയ്തു വിദ്രുതം നഭസ്ഥലം പൊട്ടുമാറതു നേരം സപ്തവാരിധികളും സപ്തപർവ്വതങ്ങളും സപ്തദ്വീപുകളോടുമിളകി ഭൂമണ്ഡലം നിർജ്ജരന്മാരും ദേവീ ഗർജനം കേട്ട നേരം വിജ്വരന്മാരായി സ്തുതിച്ചിടിനാർ മുനികളും ഘോരനാദത്താൽ വിശ്വമിളക്കിക്കണ്ട നേരം ശൂരന്മാരാകും അമരാദികളെല്ലാവരും സന്നദ്ധന്മാരായി വരമായുധങ്ങളുമെടുത്ത ഔന്നത്യമേറും സൈന്യത്തോടും ഉദ്ധാനം ചെയ്താർ എന്തൊരു ഘോഷം കേട്ടതെന്നോർത്തു മഹിഷനും ബന്ധുക്കളോടും ക്രോധത്തോടും ചെന്നതു നേരം ത്രൈലോക്യം നിറഞ്ഞൊരു തേജസാ ദേവി രൂപമാലോക്യ നിജഹൃതി വിസ്മയം തേടിയിടിനാൻ പാദഘാതേന താണിയിടുന്ന ഭൂചക്രത്തോടും മേതുര കിരീടം ചെന്നുരയും അഭ്രമത്തോടും ദിക്കുകൾ തോറും വ്യാപിച്ചൊരു ബാഹുക്കളോടും ചാർഭജ്യാനാദം കൊണ്ടു മുഴങ്ങും വിശ്വത്തോടും ശോഭിച്ചു കാണായി വന്നു ദേവിയെ അതു നേരം കോപിച്ചു യുദ്ധം തുടങ്ങിയിടിനാരസുരരും ശസ്ത്രാസ്ത്രവൃഷ്ടി കൊണ്ടു ദീപിച്ചു ദിഗന്ധരം വിത്രസ്തന്മാരായി വന്നു ലോകവാസികളെല്ലാം മഹിഷാസുര സേനാപതി ചിക്ഷുരനപ്പോൾ സഹസാ ചെന്നിടിനാൻ ചാമരനോടും കൂടി സംഖ്യയില്ലാത്ത ചതുരംഗവാഹിനിയോടും ഹുങ്കാരത്തോടു ചെന്നു സമരം തുടങ്ങിനാൻ മദത്തോടറുപതിനായിരം തേരോടു ചെന്നു ദഗ്രനായ ദൈത്യനടുത്തു യുദ്ധത്തിനായി മഹദ്വേഷികൾ വീരനാകിയ മഹാഹനു സഹസ്രായുധരഥത്തോടും ചെന്നെതിരിട്ടാൻ 50 നിയുതമായിടിന രഥത്തോടും വൻപനാമസിലോമാവടുത്താനതു നേരം 600 തേരോടും ബാഷ്കളവീരൻ തുരക ശതസഹസ്രങ്ങളോടതു നേരം ഉഗ്രദർശനൻ താനുമടുത്തു യുദ്ധം ചെയ്താൻ ഉഗ്രനാം വീലാളനും തേരൊരു കോടിയോടും 500,000 തേരോടും ചെന്നെതിരിട്ടാൻ അഞ്ചാതെ മഹാദേവി തന്നോടു ഭയഹീനം ഹയനാഗേന്ദ്ര രഥപംക്തികളുണ്ടു പുനരയുധം കോടി കോടി സഹസ്രങ്ങൾ മഹിഷാസുരവീരൻ അമിതബലത്തോടു മഹിഷാന്തകിയോടും സമരം തുടങ്ങിനാൻ ഖഡ്ഗപട്ട സബാണ പരശുശക്തികളും മുദ്ഗരഭിണ്ടിപാല തോമരപാശങ്ങളും പരിഘമുസലങ്ങളും കുശകുന്തങ്ങളും ശരങ്ങൾ കൊണ്ടും തൂകിത്തുടങ്ങി മഹാരണേ ദേവിയും ശസ്ത്രാസ്ത്രങ്ങൾ വർഷിച്ചങ്ങുടനുടൻ ദേവവൈരികൾ ദേഹം ഭേദിച്ചു തുടങ്ങിയാൽ ദേവതാപസ ഗന്ധർവാദികളതു നേരം ദേവിയെ സ്തുതിച്ചു സന്തോഷിച്ചു മരുവിനാർ ദേവി തൻ വാഹനമാം കേസരി വീരനപ്പോൾ ദേവാരി സൈന്യമധ്യേ പൊക്കു സഞ്ചരിക്കുന്നു
കാനനമധ്യേ വന്യ സഞ്ചരിച്ചിടും വണ്ണം സേനയെ ദഹിപ്പിച്ചു സത്വരം രോഷത്തോടെ. യുദ്ധം ചെയ്യുമ്പോൾ ദേവി നിശ്വാസങ്ങളിൽ നിന്നു സദ്യ സംഭവിച്ചിതു ഗണങ്ങളസംഖ്യമായി. പരശുഭിണ്ടിപാല പട്ടസാദികളാലെ സുരവൈരികൾ തമ്മെ അവരുമൊടുക്കിനാർ. മൃദംഗ പടക ശംഖാദിവാദ്യങ്ങളെല്ലാം മതം പൂണ്ടേറ്റം പ്രയോഗിച്ചിതു യുദ്ധോത്സവേ. ശൂലഖഡ്ഗാസ്ത്രശസ്ത്രവൃഷ്ടിയാൽ മഹാദേവി കാലനൂർ കയയ്ക്കുന്നു ദേവാരികളെയെല്ലാം. ഘോരമാം ഘണ്ഡാനാദം കേട്ടുമോഹിച്ചു ദൈത്യവീരന്മാർ തെരുതെരപ്പാരിൽ വീണുഴലുന്നു. പാശത്താൽ ബന്ധിച്ചുടൻ ചിലരെ ഇഴയ്ക്കുന്നു, രോഷത്താൽ ഖഡ്ഗം കൊണ്ടു ചിലരെ ഖണ്ഡിക്കും. മുസലമേറ്റു രക്തം ഛർദ്ദിച്ചിടുന്നു ചിലർ, ഗദയേറ്റുടൻ ചിലർ പൊടിഞ്ഞു വീണിടുന്നു. വക്ഷസി ശൂലമേറ്റു ഭേദിച്ചിടുന്നു ചിലർ, തൽക്ഷണേ ബാണമേറ്റു വീഴുന്നു ചിലരെല്ലാം. ബാഹുക്കളറ്റും കഴുത്തറ്റും ജംഘകളറ്റും ദേഹത്തിൻ നടുവറ്റും ഉത്തമാംഗങ്ങളറ്റും ഏകബാഹ്വക്ഷിശൂന്യന്മാരായി വീണു ചിലരാകുലപ്പെട്ടു വീണു ഭൂതലം നിറയുന്നു. കബന്ധങ്ങളും പുനരുദ്ധാനം ചെയ്തു ശീഘ്രം നിബന്ധമടുക്കുന്നു നൃത്തം വയ്ക്കുന്നു ചിലർ. നില്ലു നില്ലെന്നു പറഞ്ഞെടുത്തു മഹാദേവി കൊല്ലുന്നു മഹാസുര ഗജവാജികളെയും. ഗുണഭങ്ങളെ കൊണ്ടു മറഞ്ഞു ചമഞ്ഞിതു രണഭൂമിയും തത്ര രുധിര നദികളും. ഓരോരോ വഴിയേ പോയി വേഗത്തിലൊഴുകുന്നു നാരദൻ കൗതൂഹലം പൂണ്ടുടൻ കൊണ്ടാടുന്നു. ഘോരദാവാഗ്നി വനം ദഹിച്ചിടുന്ന പോലെ വീരന്മാരായ മഹാദൈത്യന്മാർ ദഹിക്കുന്നു. ദേവിതൻ ഗണങ്ങളും വേഗേന യുദ്ധം ചെയ്തു ദേവവൈരികളെ കൊന്നാവോളമൊടുക്കുന്നു. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തൊക്കെ സ്തുതിക്കുന്നു. ദേവിയും പ്രസാദിച്ചു ഭക്തരെ നോക്കിയിടുന്നു. 2-ാം അധ്യായത്തിലുള്ള കഥകളേവം ചൊന്നേൻ, കുണ്ഠത കൂടാതെ ഞാൻ ചൊല്ലുവനിനി ശേഷം. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.